ആണോ ഹോൺ? ഹോൺ ഇത് തന്നെയാണ് മാനുവൽ ഇപ്പോൾ വരുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ടാണ് നമ്മുടെ ട്രംപറ്റ് ഹോൺ വരുന്നത്. പഴയ പോളോയുടെ പോളോ സിംഗിൾ ടോൺ ആയിരുന്നു, ഇതിപ്പോ വരുന്നത്. അത് ആക്സസറിയാ? അതെ. ടോപ്പ് എൻഡ് എല്ലാത്തിനും അങ്ങനെ ആക്സസറീസ് ആയിട്ടാണ്. കാരണം ഇതിപ്പോ എക്സ്പോർട്ടിങ് ഇന്ത്യയിൽ നിന്നിട്ടാ വരുന്നത്. അപ്പൊ ഈ ഡെസിമൽ ഇഷ്യൂ ഉണ്ടാവും. പല പല കൺട്രീസിൽ ഡെസിമൽ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇത് ഗ്ലോബലൈസ്ഡ് ആയിട്ട് ഈ ഹോണാ വരുന്നത് ഇപ്പൊ. പഴയ ഹോണായിരുന്നു കേൾക്കാൻ കുറച്ചുകൂടെ രസം. ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന വേരിയന്റ് ഏതാണ്? ഇത് 1.5 ഫുൾ ഓപ്ഷൻ വേരിയന്റ്, GT+ എന്ന് പറയുന്ന വേരിയന്റ്. ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ്. പിന്നെ ഇപ്പൊ ഇതിന്റെ പുതിയൊരു വേരിയന്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. GT+ സ്പോർട്സ് എന്നാണ് വേരിയന്റ്. അത് ഫുള്ള് ഇതിന് മേളിൽ വരുന്നതാണോ? ഇതിന് മേളിൽ വരുന്നത്. മേളിൽ മീൻസ് ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഇന്റീരിയർ ഫുള്ളി ചേഞ്ച് ഉണ്ടാവും. ഫുള്ളി ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. ഫുള്ളി ബ്ലാക്ക്. അതെ, ഫുൾ ബ്ലാക്ക് ആ വരുന്നത്. പിന്നെ ഈ നിലവിൽ ഇപ്പൊ ഉള്ള ഈ അലോയ്സ് അതിന് മാത്രമേ വരത്തുള്ളൂ. ഈ ബ്ലാക്ക് കളർ അലോയ്സ് വരുന്നത്. പിന്നെ വരുമ്പോ ഒരു ഡിഫ്യൂസർ ഉണ്ടാവും, ബാക്കിൽ ഡിഫ്യൂസർ ഉണ്ടാവും. ടെയിൽ ഗേറ്റിന് മേളിൽ താഴെ. ടെയിൽ ഗേറ്റിന് അവിടെ. ഡിക്കിയിലാണോ അതോ താഴെയാണോ? പിന്നെ സ്പോയിലർ ഓൾറെഡി ഉണ്ട്. താഴെ ഡിഫ്യൂസർ ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ 2 ലിപ് സ്കേർട്ടിംഗും കൂടി വരുന്നുണ്ട്. സ്കേർട്ടിംഗ് വരുന്നുണ്ട് ഫ്രണ്ടിൽ പുതിയതായിട്ട്. ആംബിയന്റ് ലൈറ്റിംഗ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ആംബിയന്റ് ലൈറ്റ് എല്ലാം മുന്നേ ഉണ്ടായിരുന്നു. ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ചേഞ്ച് ഇല്ല. റെഡ് തന്നെ. സ്പോർട്സ് വേരിയന്റ് ആയതുകൊണ്ട് റെഡ് ആണ് കൂടുതലും. മറ്റേ സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉള്ളതല്ലേ? ഇത് സിലിണ്ടർ ഡീആക്ടിവേഷൻ വരുന്നതാണ്. ത്രോട്ടിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന ബേസ് ചെയ്തിട്ടാണ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആകുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും ആകും. എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടോ? അതിലൊരു പോപ്പപ്പ് മെസ്സേജ് വരും, നമ്മുടെ എക്കോ മോഡ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഡ്രൈവ് മോഡ്സ് ഉണ്ടോ? സ്പോർട്സ് മാത്രമേ? അല്ല, ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, മാനുവൽ മോഡും വരുന്നുണ്ട്. പിന്നെ പാഡിൽ നമുക്ക് മാനുവലി ഷിഫ്റ്റ് ചെയ്യാം. ഡ്രൈവ് മോഡ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ മതി. ഡ്രൈവ് മോഡിൽ നിന്ന് തന്നെ ജസ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മാനുവലായി. അല്ല, ഗിയർ നോബിൽ ജസ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് സ്പോർട്സ് മോഡിലേക്ക് മാറും. ജസ്റ്റ് വീണ്ടും ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ മതി മാനുവലിലേക്ക് മാറാനായിട്ട്. ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ ആവും. മാനുവൽ മോഡിൽ തന്നെ ഗിയർ നോബിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. സൗണ്ട് ഈ 2 സിലിണ്ടറിൽ നിന്ന് 4 സിലിണ്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ആവുമ്പോ ആ ഒരു GT ആ ഒരു സ്പോർട്സ് വേരിയന്റ് അല്ലേ, ആ ഒരു സ്പോർട്സിന്റെ ആ ഒരു നേച്ചർ കാണിക്കുന്നത്. എക്സോസ്റ്റ് സൗണ്ട് ഭയങ്കര രസമാണ്. ഹയർ RPM ഈ ഡാഷ് ക്യാം ഒക്കെ ആക്സസറി ആണോ? ഇത് ഡാഷ് ക്യാം നമുക്ക് ആക്സസറീസിൽ വരുന്നതാണ്. ഡാഷ് ക്യാം 360 ഡിഗ്രി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ക്യാമറ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പവർ ഓൺ ഡിമാൻഡ് എന്നുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു RPM മെയിൻറ്റെയിൻ ചെയ്തും പോവാം. കിട്ടും. അതെ, പവർ ആവശ്യമുള്ള ടൈമിൽ അഗ്രസീവ്നെസ് കാണിക്കും ഇതിന്റെ. പോയിന്റ് കഴിഞ്ഞാൽ തന്നെ ഷിഫ്റ്റ് ചെയ്യല്ലേ? അപ്പ് ഷിഫ്റ്റ് ആവത്തില്ല, ഡൗൺ ഷിഫ്റ്റ് ആകും, അപ്പ് ഷിഫ്റ്റ് ആവത്തില്ല. ഇത് DSG അല്ലേ? 7 സ്പീഡ് DSG. ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇതിപ്പോ നമുക്ക് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 23.3 ആണ് ആഫ്റ്റർ ഡിസ്കൗണ്ട്സിൽ ചെയ്യാൻ പറ്റുന്നത്. ഡിസ്കൗണ്ട്സ് എന്താണ്? എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെയാണ്? എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, അത് ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതില്. എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ലോയൽറ്റി വരുന്നുണ്ട്. ലോയൽ കസ്റ്റമർ മീൻസ് ഫോക്സ് വാഗണിന്റെ ഏതെങ്കിലും ബ്രാൻഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ലോയൽറ്റി ചെയ്യാൻ പറ്റും. അപ് ടു 20,000 വരെ ലോയൽറ്റി ബോണസ് വരുന്നുണ്ട്. ശരി.
ഇപ്പോഴും മറ്റേ സർവീസ് പാക്കേജസ് ഒക്കെ ഉണ്ടോ? സർവീസ് വാല്യൂ പാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 ഇയേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 5 ഇയേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വരുമ്പോൾ നമുക്കൊരു ഡിപ്പെൻസ് ആണ്, ഒരു 32,000 ഒക്കെ 4 ഇയേഴ്സ്. ഓക്കെ. ഇങ്ങോട്ട് ബ്ലോക്ക് ആയിരിക്കല്ലേ? ഈ റോഡ് ഇച്ചിരി റഷാണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും? ഇതിൽ മെയിൻലി വരുന്ന നമുക്ക് ACT എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വേറെ ഒരു വെഹിക്കിൾസിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ്. അത് വരുന്നത് നമുക്ക് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യന്റും ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പവർ ഓൺ ഡിമാൻഡ് എന്നുള്ള ഒരു സെഗ്മെന്റ് ആണ്. നമുക്ക് വേണമെന്നുള്ള ടൈമിൽ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിൻലി ഇതിന്റെ ഒരു ടേണിംഗ് റേഡിയസ് നമുക്ക് ജസ്റ്റ് അടുത്തൊരു യൂട്ടേൺ എടുക്കുന്ന ടൈമിൽ അറിയാൻ പറ്റും. ഇതിന്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 5.05 ആണ്. ഈവൻ ഒരു നോർമൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ i20 പോലും ഒരു 5.2 വരുന്നുണ്ട്. അതിനേക്കാളും ടേണിംഗ് റേഡിയസ് കുറവാണ് ഇതിൽ വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വരുന്നതും വേർട്ടൂസിനാണ്. 179 വരുന്നുണ്ട്. 179 mm. അതുപോലെ വീൽ ബേസും ഏറ്റവും കൂടുതൽ വരുന്നത് വേർട്ടൂസിനാണ്. ഈ ഒരു ലെഗ് റൂമും കാര്യങ്ങളും വേറെ ഇപ്പോ ഒരു നിലവിലൊരു സെഡാനും വരുന്നില്ല. അണ്ടർബെല്ലി സ്ക്രാച്ച് ആവുന്ന അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഇല്ല. ഇത് അണ്ടർ ബോഡി കവേർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരത്തില്ല. മെയിൻലി നമുക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ വരുന്നത്. ഇതിന്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 5.05 ആണ്. ഇതിന്റെ ലെങ്ത് വരുന്ന 4.56 വരുന്നുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈസി ടു ഹാൻഡിൽ ആണ്. സിറ്റി ആണെങ്കിലും പാർക്ക് ചെയ്യാനൊക്കെ അതെ, പാർക്കിംഗ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. നോർമൽ ഒരു ഈവൻ ഒരു ഹാച്ച് ബാക്കിൽ വരുന്നതിനേക്കാളും ടേണിംഗ് റേഡിയസ് കുറവാണ് ഇതിൽ.